الأحد الجبار والصمد الغفار وأشهد أن لا إله إلا الله الواحد القهار وأشهد أن محمدا عبده ورسوله النبي المختار اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ثم لترون الجحيم ثم لترونها عين اليقين ثم لتسألن يومئذ عن النعيم. പ്രിയ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ ഇതര മേഖലകളിൽ പാലിച്ച് ജീവിതം മുന്നോട്ട് നയിക്കണമെന്ന് ആദ്യമായി എന്നോടെന്ന പോലെ നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. പ്രിയമുള്ളവരെ, ഇന്നത്തെ ഖുതുബയിൽ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താനുള്ളത് നരകത്തിൻ്റെ ഭയാനകതയുമായി ബന്ധപ്പെട്ട് കുറച്ചു കാര്യങ്ങളാണ്. നമ്മൾ അൽഹംദുലില്ലാഹ് ഈ തഖ്വ മസ്ജിദ് ഉദ്ഘാടനം ചെയ്യപ്പെട്ടിട്ട് ഏകദേശം 8 വർഷങ്ങളാവുകയാണ്. ഇത്രയും സമയവും ഞാൻ നിങ്ങളോട് ഖുതുബ നടത്തിയിട്ടുണ്ട്. പക്ഷേ നരകമെന്നൊരു വിഷയം മാത്രമെടുത്ത് സംസാരിച്ചിട്ടില്ല. കുറച്ച് വിശാലമായ ഇൻഡെപ്തായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, അതെന്തിനാണ് ഈ വിഷയങ്ങളെ പഠിക്കുന്നതെന്ന് ചോദിച്ചാൽ, മഹാനായ ഇബ്നുൽ ഖയ്യിമുൽ ജൗസി റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്നുണ്ട്, ഒരാൾക്ക് ജീവിതത്തിൽ നന്നാകണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അവൻ അള്ളാഹുവിനോടുള്ള ഇഷ്ടം കാരണത്താൽ അവൻ ജീവിതത്തിൽ നന്നായിക്കൊള്ളട്ടെ. അള്ളാഹിനോടുള്ള മഹബത്തുകൊണ്ട് ഒരാൾ ജീവിതത്തിൽ നന്നാവാം. അങ്ങനെ ഒരാൾക്ക് നന്നാവാൻ കഴിയുന്നില്ലെങ്കിൽ സ്വർഗത്തിനെ ആഗ്രഹിച്ചിട്ട് സ്വർഗത്തിൻ്റെ പ്രതിഫലങ്ങളെ മോഹിച്ച് ഒരാൾക്ക് നന്നാവാൻ ശ്രമം നടത്താം. ആ സ്വർഗത്തിനെ എത്ര ആഗ്രഹിച്ചിട്ടും അതിൻ്റെ ഉന്നത സ്ഥാനങ്ങളെ ചിന്തിച്ചിട്ടും അയാൾക്ക് നന്നാവാൻ കഴിയണില്ലെങ്കിൽ നരകത്തിൻ്റെ ഭയാനകതയെ ഭയപ്പെട്ടുകൊണ്ട് അതിനെപ്പറ്റി പഠിച്ചിട്ട് അയാൾ നന്നാവാനുള്ളൊരു ശ്രമം നടത്തണമെന്നാണ്. അതുകൊണ്ടും ഒരാൾ നന്നാവണില്ലെങ്കിൽ അയാൾ മനസ്സിലാക്കേണ്ട, അദ്ദേഹം പറയാ, ഫഅലം, നീ അറിയണം, നീ നരകത്തിനായി പടക്കപ്പെട്ടവനാണ് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് പോലും ഒരാൾക്ക് നന്നാവാൻ കഴിയണില്ലെങ്കിൽ പിന്നെ ആ മനുഷ്യൻ നരകത്തിനുള്ളത് തന്നെയാണ്. അതുകൊണ്ട് ഈ വിഷയങ്ങളെ നമ്മളുടെ മനസ്സിനെ ഒരു ആന്തോളനങ്ങൾ ഉണ്ടാക്കാത്ത ആരും ഒരുപക്ഷെ നമ്മളുടെ പള്ളിയിൽ ഉണ്ടാവില്ല ഈ വിഷയങ്ങളെ. അതുകൊണ്ട് കേൾക്കാനും മനസ്സിലാക്കാനും
എങ്ങനെയെങ്കിലും ആ നരകത്തിയിൽ നിന്ന് രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കാൻ സ്വർഗം അല്ലാഹു തആല ഉറപ്പ് നൽകിയ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പോലും നരകത്തിനെ കുറിച്ച് ഓർത്ത് ആയത്തുകൾ വന്ന് മുത്തുനബി പൊട്ടിക്കരഞ്ഞിട്ടുണ്ട്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പള്ളിയിൽ അള്ളാന്റെ മുത്തുനബി നരകത്തിനെ പറ്റി സംസാരിച്ചപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പള്ളിയിൽ പുറകിലുള്ളത് സ്ത്രീകളാണ്. പക്ഷെ സഹാബത്തിന്റെ തേങ്ങൽ കൊണ്ട് കരച്ചിൽ കൊണ്ട് എന്താണ് പറയുന്നത് എന്ന് പോലും സ്ത്രീകൾക്ക് മനസ്സിലാവാത്ത രൂപത്തിൽ അവരുടെ മനസ്സിന് ആ വിഷയം വല്ലാതെ പിടിച്ചു കുലുക്കിയിട്ടുണ്ട്. മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി അലൈഹി ഫഅൻദർതുകും നാറൻ തലല്ലാഹ്, ആളിക്കത്തുന്ന നരകത്തിനെ സംബന്ധിച്ച് നിങ്ങളോട് മുന്നറിയിപ്പ് നൽകുന്നു എന്നുള്ള ആയത്ത് കേട്ട് അദ്ദേഹം അത് ഓതിക്കൊണ്ടിരിക്കെ ബോധരഹിതനായി താഴെ വീണു പോയിട്ടുണ്ട്. ചിന്തിച്ചാൽ ഒരറ്റവും കിട്ടാത്ത രൂപത്തിൽ ജീവിതത്തിൽ എങ്ങനെയെങ്കിലും അതിൽ നിന്ന് രക്ഷപ്പെടണമെന്ന ചിന്ത കടന്നു വരുമാറ് അതാലോചിച്ചപ്പോഴാണ് മുത്തുനബിയുടെ സഹാബത്തിന്റെ ഭാര്യമാര് തങ്ങളുടെ ഭർത്താക്കന്മാരോട് വിളിച്ചു പറഞ്ഞത്, പട്ടിണി ഞങ്ങൾ സഹിച്ചോളാം, ദാഹം ഞങ്ങൾ സഹിച്ചോളാം, പക്ഷെ ഹറാമായതൊന്നും ഇങ്ങോട്ട് കൊണ്ടുവരല്ലേട്ടോ, നരകത്തിന്റെ തീക്കനൽ സഹിക്കാൻ ഞങ്ങളെ കൊണ്ട് കഴിയില്ല എന്നവർ മനസ്സിലാക്കിയത് ആ പാഠങ്ങളെ ഉൾക്കൊണ്ടത് കൊണ്ടാണ്. അതുകൊണ്ട് നമ്മൾ അറിയണം അള്ളാന്റെ നരകം എന്താണ്. അതിന് അള്ളാന്റെ ഖുർആൻ തന്നെ പറഞ്ഞ പോലെ ലഹാ സബ്അതു അബ്വാബ്, 7 കമാനങ്ങളുണ്ട്. ലികുല്ലി ബാബിൻ മിൻഹും ജുസ്ഉം മഖ്സൂം, അതിന് അർഹതപ്പെട്ട ആളുകൾ അതിന്റെ കമാനങ്ങളിലൂടെ കടന്നു വരുന്ന അതിന് വ്യത്യസ്തമായ ശിക്ഷയുടെ ഗാംഭീര്യങ്ങൾക്കും കാഠിന്യങ്ങൾക്കും അനുസരിച്ച് അതിന്റെ പേരുകളൊക്കെ വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷെ നമ്മുടെയൊക്കെ മനസ്സിനെ അടക്കി ഭരിക്കുന്ന ചില ചിന്താഗതികൾ ഉണ്ടാവും. തൗഹീദ് വ്യക്തമാണെങ്കിൽ, തൗഹീദ് കൃത്യമാണെങ്കിൽ, അഥവാ ഇനി നരകത്തിലേക്ക് പോകേണ്ടി വന്നാലും അവസാനം അല്ലാഹു സ്വർഗത്തിലൂടെ കൊണ്ടുവരുമല്ലോ എന്നുള്ളതാണ്. പക്ഷെ താങ്ങാൻ കഴിയണതല്ല. അതിന്റെ നിസ്സാരമായ ശിക്ഷകൾ പോലും ഒരാൾക്ക് പോലും താങ്ങാൻ കഴിയില്ല. ഒരു നിമിഷം പോലും താങ്ങാൻ കഴിയുന്നതല്ല. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹയുടെ കൂടെ കടന്നു വരുമ്പോൾ ആയിഷ ബീവി ഒരു കുടുംബജീവിതത്തിന്റെ ഏറ്റവും നല്ല മനോഹാരിതയിൽ പ്രവാചകനോട് പറയുന്നുണ്ട്, റസൂലേ അങ്ങയുടെ മാറത്തൊന്ന് തലവെച്ച് എനിക്ക് കിടക്കണമെന്ന്. ആയിഷ, ഇന്നിറങ്ങിയ ആയത്തുകൾ എന്റെ മനസ്സിനെ വല്ലാതെ ഉൾക്കിടലം കൊള്ളിക്കുന്നുണ്ട്. ആയിഷ, പായെടുക്കുക ആയിഷ, ഞാനൊന്ന് നിസ്കരിക്കട്ടെ എന്ന് പറഞ്ഞ പ്രവാചകൻ ആകാശഭൂമികളുടെ സൃഷ്ടിവൈഭവങ്ങൾക്ക് അല്ലാഹ്ക്ക് ശുക്ർ ചെയ്യണമെന്നും ആ അള്ളാഹിനോട് നന്ദി ചെയ്തില്ലെങ്കിൽ നരകത്തിലെറിയുമെന്നും റബ്ബന ഇന്നക മൻ തുദ്ഖിലിൻ നാർ ഫഖദ അഖ്സൈത വമാ ലിൽസാലിമീന മിൻ അൻസാർ, നരകത്തിലിട്ടാൽ നിന്ദിച്ചു കളഞ്ഞല്ലോ റബ്ബേ, ഒരാളും സഹായിക്കാനുണ്ടാവില്ലല്ലോ. സംഘടനാ ബലങ്ങളോ സംഘബലങ്ങളോ നാട്ടുബലങ്ങളോ നമ്മളെ രക്ഷപ്പെടുത്താനില്ലാത്ത ഒരു ലോകത്തിന്റെ ഭയാനകത ഓർത്തിട്ടാണ് അന്ന് പ്രവാചകൻ കാലിന്റെ മേലെ നീര് വരുവോളം അന്നിന്റെ രാവിലൂടെ നിന്ന് നമസ്കരിച്ചത് എന്നും ഹദീസിലൂടെ കാണാൻ സാധിക്കും. പ്രിയമുള്ളവരെ, നരകത്തിനെ സംബന്ധിച്ച് പഠിപ്പിക്കുന്നിടത്ത് ഒന്നാമത്തെ മേഖല നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആ നരകം കാണുന്നത് തന്നെ വല്ലാത്തൊരു ശിക്ഷയാണ്. എല്ലാവരും കാണും, എല്ലാവരും കാണും. പക്ഷെ നരകാവകാശി കാണുന്നത് വല്ലാത്തൊരു ശിക്ഷയാണ്. അല്ലാഹു തആല ഒരു കാര്യം പറഞ്ഞത്, സ്വർഗത്തിൽ പോണോ വരെ അല്ലാഹ് നരകത്തെ കാണിച്ചു കൊടുക്കുന്നതാണ്. വഇം മിൻകും ഇല്ലാ വാരിദുഹാ കാന അലാ റബ്ബിക ഹത്മം മഖ്ദിയാ, ആ നരകത്തിന് മുമ്പിൽ കടന്നു വരാത്തവരായിട്ട് ഒരാളും തന്നെയില്ല എന്ന് അല്ലാഹ്, ഒരാളുമില്ല. സ്വർഗത്തിൽ പോണോ വരെ ആ നരകം അല്ലാഹ് കാണിക്കും. 19-ാമത്തെയും സൂറത്ത് മറിയമിൽ അല്ലാഹു തആല വിഷയം ഇങ്ങനെ വിശദീകരിച്ച് പറയുന്നുണ്ട്. എന്നാൽ നരകത്തിലേക്ക് എറിയപ്പെടുന്നവന് ആ നരകത്തിലെറിയുന്നതിന് മുമ്പ് അള്ളാഹുവിന്റെ നരകം കാണുക എന്നുള്ളത് വല്ലാത്തൊരു അദാബ് തന്നെയാണ്, അല്ലേ? ഒരു വധശിക്ഷക്ക് വിധിക്കപ്പെട്ട പ്രതി കൊല്ലപ്പെടുന്നതിന്റെ നിമിഷങ്ങൾ മുമ്പുള്ള സമയം എന്താണ്? 1000 തവണ വധശിക്ഷ അവൻ ഏറ്റുവാങ്ങിയിട്ടുണ്ടാവും, അല്ലേ? നമ്മുടെ നാട്ടിലൊക്കെ പുലർച്ചെയാണ് തൂക്കിക്കൊല്ലുക. എന്തിനാണ്? അധികം ചിന്തിക്കാനുള്ള സമയം കൊടുക്കേണ്ടതാണ്. അതിന് പറയണ വ്യാഖ്യാനം എന്തുണ്ടെങ്കിൽ പോലും ആ രാത്രി ആ മനുഷ്യൻ ഉറങ്ങിയിട്ടുണ്ടാവില്ല, ആ മനുഷ്യൻ ഉറങ്ങിയിട്ടുണ്ടാവില്ല. പ്രിയമുള്ളവരെ, പെരടിവെട്ടാൻ കൊണ്ടുപോകുന്ന നിമിഷത്തിലെ മസ്തിഷ്കം മരവിച്ചിട്ടുണ്ടാവും, ശരീരങ്ങൾ തളർന്നിട്ടുണ്ടാകും. ചങ്ങലകളാൽ മുഖം കുത്തി വലിച്ച്
അടച്ചു മൂടപ്പെട്ട നരകത്തിലേക്ക് വലിച്ചു കൊണ്ടുവരുമ്പോ ആ നരകത്തിന് അവൻ കാണുമ്പോ وَإِذَا رَأَتْهُم مِّن مَّكَانٍ بَعِيدٍ سَمِعُوا لَهَا تَغَيُّظًا وَزَفِيرًا. ഒരുപാട് വിദൂരതയിൽ നിന്ന് ആ നരകത്തെ കാണുമ്പോ തന്നെ അതിന്റെ ഇരമ്പലും അട്ടഹാസവും മലർച്ചയും നിങ്ങൾക്ക് കേൾക്കാം. നാഴികകൾക്ക് വിനാഴികകൾക്കപ്പുറത്ത് ചങ്ങലകളാൽ നരകത്തിനെ വലിച്ചു കൊണ്ടുവരുമ്പോ ഒരുപാട് ദൂരെ നിന്ന് നരകത്തിനെ കാണുമ്പോ സമിഉ ലഹാ തഗയ്യുദൻ വസഫീറാ, അതിന്റെ ഇരമ്പല്, അതിന്റെ അട്ടഹാസം, അതിന്റെ അലർച്ചകള് നിങ്ങൾക്ക് കാണാമെന്ന് അള്ളാന്റെ ഖുർആൻ പറയുമ്പോ, പ്രിയമുള്ളവരെ, കാണല് തന്നെ ലശറവുന്നൽ ജഹീം, നിങ്ങളതിനെ കാണുക തന്നെ ചെയ്യുമെന്നാണ്. സുമ്മ ലശറവുന്നഹാ ഐനൽ യഖീൻ, നിങ്ങളുടെ ദൃഢമായ കണ്ണുകളെ കൊണ്ട് നരകത്തിനെ കാണുമെന്നാണ്. ഈ കണ്ണുകൊണ്ട് എന്താ വാക്കിന്റെ കാമ്പ് എന്നറിയോ നിങ്ങൾക്ക്? 50 അധ്യായം സൂറത്ത് ഖാഫ്. മരിക്കണ നേരത്ത് റൂഹ് പിടിക്കാൻ മലക്കുകൾ കടന്നു വരുമ്പോ കണ്ണിന്റെ മറ അള്ള നീക്കിക്കളയുന്ന, നമ്മളുടെ മുഖത്ത് ജീവിക്കുന്ന സൂക്ഷ്മജീവികളുടെ മുഖം കണ്ടാൽ മതി നമ്മൾ ബോധരഹിതരായി താഴെ വീഴാൻ. കാഴ്ചക്ക് പരിമിതിയുണ്ട്. പക്ഷെ മരിക്കണ നേരത്തല്ല അതിന്റെ മറ നീക്കിക്കളയുന്ന, മറകളില്ലാതെ കാണാൻ കഴിയുന്ന അതിസൂക്ഷ്മമായ കാഴ്ചകളാണ് നരകത്തിൽ അവൻ കാണുന്നത് എന്ന് അല്ലാഹു തആല പറയാൻ. ആ നേരത്ത് കരയണില്ലേ, വജീഅ യൗമഇദിൻ ബിജഹന്നം, നരകത്തിനിങ്ങനെ കൊണ്ടുവരപ്പെടുമ്പോ യൗമഇദിൻ യതദക്കറുൽ ഇൻസാൻ, ആ സമയത്ത് മനുഷ്യൻ ഇങ്ങനെ ഓർത്തു പോവുകയാണ്. ഫഅന്നാ ലഹു ദിക്റാ, അവന്റെ ഓർമ്മകൾക്ക് സ്മരണകൾക്ക് എന്ത് കാര്യമാണുള്ളത്? യഖൂലു യാ ലൈതനീ ഖദ്ദംതു ലഹയാതി, എന്റെ കഴിഞ്ഞുപോയ ജീവിതങ്ങളിൽ ഞാനൊന്ന് ചെയ്തു വച്ചിരുന്നെങ്കിൽ. അപ്പൊ കരയാണ് നരകത്തിനെ കാണുമ്പോ അത് തന്നെയാണ് ഈ വെള്ളിയാഴ്ചയുടെ സുബഹിക്ക് സൂറത്ത് സജദ അല്ലാഹു തആല പറയാണ്, വലൗ തറാ ഇദിൽ മുസ്രിമൂന നാകിസൂ റൂസിഹിം, തലങ്ങനെ കുത്തിപ്പിടിച്ച് വരാൻ, അഗ്ലാലും ഫഹിയയിൽ അദ്ഖാനി ഫഹും മുഖമഹൂൻ, പരടി മുതൽ ഞെരിയാണി വരെ ചങ്ങലകളാൽ ബന്ധിപ്പിച്ചിട്ടുണ്ട്. എന്നിട്ട് അവര് പറയും, റബ്ബന അബ്സർന വസമിഅന, ഞങ്ങൾ കണ്ടു അല്ലാഹ്. ആ കാഴ്ച എന്തെന്നറിയോ? നരകത്തിനെ കാക്കുന്ന മാലിക് എന്ന് പറയുന്ന മലക്ക്, ആ മലക്കിന്റെ കൂടെ അതിനെ ആളിക്കത്തിക്കാൻ കൂടെ പ്രവർത്തിക്കുന്ന സബാനിയത്തിന്റെ മലായിക്കത്തുകൾ, ശിക്ഷ നടപ്പാക്കുന്ന മലായിക്കത്തുകൾ, അവരുടെ കയറ്റവും ഇറക്കവും ഞങ്ങളിങ്ങനെ കാണുന്നുണ്ട്. അതിന്റെ ഇരമ്പലും അട്ടഹാസവും ഞങ്ങൾ കേൾക്കുന്നുണ്ടല്ലോ. ഒന്ന് മടക്കിച്ചൊരോ റബ്ബേ, നഅമൽ സ്വാലിഹ, നല്ലതുപോലെ പ്രവർത്തിച്ചോളാമല്ല. ഇന്ന മൂഖിനൂൻ, ദൃഢവിശ്വാസികളായിക്കൊള്ളാമല്ല. ഉറപ്പായും റബ്ബേ, അല്ല പറയാൻ, ഇതിലെരിയപ്പെടുക എന്നുള്ളത് നിർബന്ധമാണ്, എന്റെ വാഗ്ദത്തമാണ്. ദുനിയാവിൽ എന്നെ മറന്നവരെ നിങ്ങൾ ആസ്വദിക്കുകയെന്ന് അല്ല അവരോട് പറയുമെന്നാണ്. അതുകൊണ്ടാണ് അതിന്റെ കാഴ്ച പോലും സൂറത്ത് തൂറിൽ അല്ല പറഞ്ഞില്ലേ, ഇതൊരു മായാജാലമാണോ? അല്ല, നിങ്ങളുടെ കണ്ണുകളെ കൊണ്ട് നിങ്ങൾ ഇതിനെ കാണുന്നുണ്ടോ എന്നവരോട് ചോദിക്കപ്പെടുന്ന നിമിഷമില്ലേ, യുബസ്സറൂനഹും, കൺമുന്നിലൂടെ കാണുമ്പോ, യവദ്ദുൽ മുജ്രിമു ലൗ യഫ്തദീ മിൻ അദാബി യൗമഇദിൻ ബിബനീ, ആ നരകത്തിനെ കണ്ണുകൊണ്ട് കാണുന്ന രംഗമാണ്. എന്റെ പൊന്നുമോനെ പകരമിട്ടിട്ട് റബ്ബേ എന്നെ രക്ഷിക്കുമോ അല്ലാഹ്, എന്റെ പൊന്നു മക്കളെ നരകത്തിലിട്ടിട്ടല്ലാ എന്നെയൊന്ന് രക്ഷിക്കുമോ റബ്ബേ. കരയാൻ തുടങ്ങുന്ന മനുഷ്യന്റെ അവസ്ഥയാണ്. അങ്ങനെ പറയോ മനുഷ്യന്മാര്? അങ്ങനെ ചിന്തിക്കോ? എന്റെ മോനെ നരകത്തിലിട്ടിട്ട് ഈ തീക്കുണ്ടാരത്തിൽ എറിഞ്ഞിട്ട് പകരം എന്നൊന്ന് രക്ഷപ്പെടുത്തുവോന്ന്. നരകം കാണുമ്പോഴേ അവൻ വറക്കുമെന്നാണ്. ലോകച്ചേറ്റവും വലുത് എന്റെ മക്കളാണ്.
പ്രവാസികളെ, അറബ് രാജ്യത്തിന്റെ മണ്ണിൽ ജോലി ചെയ്തവരെ, ജീവിതത്തിന്റെ ആസ്വാദനങ്ങളൊന്നും കാണാതെ എല്ലാം കുടുംബത്തിനെന്ന് പറഞ്ഞ് എല്ലാം മാറ്റിവെച്ചവരെ, ആ പൊന്നുമക്കളാണ്. അവരെ നരകത്തിലിട്ടിട്ട് എന്നെ രക്ഷപ്പെടുത്തോ, എന്റെ ഭാര്യയെ, എന്റെ കുടുംബത്തിനെ, എന്റെ സഹോദരന്മാരെ, എന്റെ പ്രിയതമയെ, ആരൊക്കെ ഉണ്ടോ എന്റെ കുടുംബങ്ങളെ മുഴുവൻ, ഈ ദുനിയാവിലുള്ള മുഴുവൻ ആളുകളെ നരകത്തിലിട്ടിട്ടെങ്കിലും സുമ്മയുൻസി, എന്നിട്ട് പിന്നെ എന്നൊന്ന് രക്ഷപ്പെടുത്തോ. എല്ലാം കുടുംബത്തിനത് പറഞ്ഞവരില്ലേ? അള്ളാന്റെ ആഖിറത്തിൽ കടന്നു വരുമ്പോ അങ്ങനെ ചിന്തിക്കോ മനുഷ്യന്മാരെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ മറുപടിയാണ് വയനാടിന്റെ മുണ്ടക്കൈ ചൂരൽമലയിലെ ഉരുൾപൊട്ടലിൽ ഒരു മനുഷ്യന്റെ ഹൃദയം തട്ടിയ വാക്ക്. വെള്ളത്തിന്റെ പേമാരിങ്ങനെ കടന്നു വരുമ്പോ, മണ്ണിന്റെ ഗന്ധം കടന്നു വരുമ്പോ, എന്റെ മക്കളെ എടുത്ത് ഞാൻ ഓടുമ്പോ ഒരു ചുമരിന്റെ അപ്പുറത്ത് എന്റെ ബാപ്പയും ഉമ്മയും കിടക്കുന്നുണ്ടായിരുന്നു. ഒന്ന് വിളിക്കാൻ പോലും എനിക്ക് സമയം കിട്ടിയില്ല. ജീവൻ കൊണ്ട് ഞാൻ ഓടിയെന്നാൽ ഇന്നും അവരുടെ മൃതശരീരം കണ്ടു കിട്ടിയിട്ടില്ല. നമുക്ക് പറയാൻ പറ്റുമോ? ഒരു പ്രയാസം ഉണ്ടാവും, ഉമ്മാനിപ്പാനും വിട്ട് ഞാൻ ഓടുന്നു. പക്ഷെ നരകം കൺമുന്നിലൂടെ കാണുമ്പോ മനുഷ്യൻ അവന്റെ മക്കളെ പകരട്ടിട്ട് അവന്റെ ഭാര്യയെ, അവന്റെ സഹോദരങ്ങളെ, കുടുംബത്തിന് വേണ്ടപ്പെട്ടവരെ, മാതാപിതാക്കളെ നോക്കി ലോകത്തിലുള്ള മുഴുവൻ ആളുകളിട്ടാലും അല്ല എന്നെ രക്ഷപ്പെടുത്തോ എന്ന് പറയുമ്പോ അല്ല പറയാ, കല്ലാ ഇന്നഹാ ലളാ നസാഅത്തൻ ലിശ്ശവാ, ഇത് കഠോരമായ നരകമാണ്, നടക്കില്ലാതെ വേണ്ട, നിങ്ങളുടെ തലയോട്ടി വരെ ഉരുക്കപ്പെടുകയാണ്. നസാഅത്തൻ ലിശ്ശവാ, തലയോട്ടി അല്ല ഉരുക്കിക്കളയും. അങ്ങനത്തെ ഭയാനകതയിലാണ്. മക്കളുടെ ദേഹത്തുനിന്ന് ചോര പൊടിയുമ്പോ വേദനിക്കുന്ന വാപ്പ തലയോട്ടി ഉരുക്കിക്കളയാൻ എന്റെ മക്കളെ തരാ, എന്നെ രക്ഷപ്പെടുത്തി തരുമെന്ന് അള്ളാഹിനോട് ചോദിക്കുന്നത്. നരകം കാണുമ്പോഴേ അത് വല്ലാത്തൊരു ശിക്ഷയാണെന്നാൽ. ഇനി പ്രിയമുള്ളവരെ, ആലോചിക്കേണ്ടത് ആ നരകത്തിന്റെ തീ എന്താ? സഹിക്കാൻ താങ്ങില്ല. ദുനിയാവിലെ തീ നമുക്ക് കഴിയോ? ഈ ശരീരത്തിന്റെ ഒരു പാട്ട് കത്തിച്ചെടുത്താലുള്ള അവസ്ഥ എന്തായിരിക്കും? പച്ചയായ ശരീരങ്ങളിൽ നിന്ന് ദുനിയാവിലെ തീയുടെ 70 ഇരട്ടിയാണ് നരകത്തിലെ തീ എന്ന് പറയുമ്പോ പ്രിയമുള്ളവരെ, മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത് സഹാബത്തിനോട് പറഞ്ഞു കൊടുക്കുമ്പോ അത് മനസ്സിലാക്കാൻ അവർക്ക് ശാസ്ത്രത്തിന്റെ പിന്തുണയുടെ ആവശ്യം ഉണ്ടായിരുന്നില്ല. നമ്മൾക്കാണ് അങ്ങനെ ഉണ്ടാവോ, 70 ഇരട്ടി ഉണ്ടാവോ എന്നൊക്കെ എന്ന് നമ്മൾ പറയണില്ലേ? നമ്മുടെ റേഡിയോ ആക്റ്റീവ് കിരണങ്ങൾക്ക് തീയിനേക്കാളും ശക്തിയുണ്ടെന്നാണ്. ലാവകൾക്കും മാഗ്നകൾക്കും തീയിനേക്കാളും ചൂടുണ്ടെന്ന് ഇന്ന് നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, അള്ളാന്റെ ഖുർആൻ പറഞ്ഞൊരു വാക്കുണ്ട്, ഇല്ലാ ഹമീമൻ വഅസാഖാ, ഇല്ലാ ഹമീമൻ വഅസാഖാ, ചുട്ടുതിളക്കുന്ന ജലമാണ് നരകത്തിലുള്ളതെങ്കിൽ വഅസാഖാ, സഹിക്കാൻ കഴിയാത്ത അതിശൈത്യമാണ് നരകത്തിലുള്ളതെന്നാണ്. സഹിക്കാൻ കഴിയാത്ത അതിശൈത്യമുണ്ട്, ചുട്ടുതിളക്കുന്ന വെള്ളമുണ്ട്. ഈ ഖുർആനിന്റെ ആയത്ത് ഇങ്ങനെ കേൾക്കുമ്പോ ഇതെങ്ങനെ സംഭവിക്കണേ? അതിനെ എങ്ങനെ സാധിക്കും? ചൂടും തണുപ്പൊക്കെ എങ്ങനെ ഒരുമിച്ച് വരണമെന്ന് ചിന്തിക്കുന്നവരില്ലേ? സൗരയൂഥത്തിൽ നിന്ന് 202 പ്രകാശവർഷം അകലെ നാസയുടെ കണ്ടുപിടുത്തങ്ങളിൽ നിന്ന് അവരുടെ അപ്ഡേഷൻ K2-141b എന്ന് പറയുന്ന ഒരു ഗ്രഹത്തിനെ അവർ കണ്ടെത്തിയാണ്. അതിന്റെ പേരെന്തെന്നറിയോ? ഹെൽ പ്ലാനറ്റ് എന്നാണ്. നരകഗ്രഹം എന്ന് വിളിക്കപ്പെടുന്ന ആ ഗ്രഹത്തിന്റെ പ്രത്യേകത, അതിന്റെ കടല് വെള്ളമല്ല. 100 മൈലുകൾ ഡെപ്തുള്ള, 100 മൈലുകൾ താഴ്ചയുള്ള ലാവകളെ തിളച്ചുമറിയുന്നത് കൊണ്ടാണ് ആ ഹെൽ പ്ലാനറ്റിനെ നരകഗ്രഹം എന്ന് വിളിക്കാനുള്ള കാരണം. എന്നതിന്റെ മറുവശത്ത് എന്തെന്നറിയോ? അങ്ങ് തണുത്തുറച്ചുപോയ അതിതീവ്രമായ ശൈത്യമാണ് അതിന്റെ അപ്പുറത്തുള്ളത്. ഇന്ന് നാസ കണ്ടുപിടിച്ചത് കൊണ്ടല്ല, 1400 സംവത്സരങ്ങൾക്ക് മുമ്പ് അള്ളാന്റെ മുത്തുനബി സഹാബത്തിനോട് ഓതിക്കൊടുത്തു, ഇല്ലാ ഹമീമൻ വഅസാഖാ. ആർക്കും സെർച്ച് ചെയ്യാം.
ഗൂഗിൾ സെർച്ച് ചെയ്യാം. കേട്ടു 141 ബി എന്ന് പറയുന്ന ഒരു ഹെൽ പ്ലാനറ്റ് എന്ന് പറയുന്ന ഒരു ഗ്രഹത്തിനെ പറ്റി പറയാൻ. അതിന് പേരിടാനുള്ള കാരണം പോലും അതിന്റെ ലാഭകളാണ്. തീ എവിടെ കിടക്കുന്നു, ലാഭ എവിടെ കിടക്കുന്നു, മേഘന എവിടെ കിടക്കുന്നു? പ്രിയമുള്ളവരെ, ചങ്ങരംകുളത്തിന്റെ മണ്ണിൽ ലാഭിച്ച ചങ്ങരംകുളം തന്നെ ഒരു കരിയുടെ അവശിഷ്ടമായി മാത്രം ചരിത്രത്തിൽ പിന്നീട് പഠിക്കപ്പെടാൻ കഴിയുമാറ് ആ ലാഭകളാണ്. അതുകൊണ്ട് മാത്രം 1000 മൈലുകൾ ഡെപ്തുള്ള ഒരു കടൽ ലാഭകളെ കൊണ്ട് തിളച്ചുമറിയുന്നു എന്ന് നാസ പഠിപ്പിച്ചത് കൊണ്ടല്ല, അതിനേക്കാൾ ഗാംഭീര്യമാണ് അള്ളാന്റെ നരകമെന്നുള്ളത് കൊണ്ടാണ്. നരകത്തിലേക്ക് പോകുന്ന ഇടതുപക്ഷത്തിന്റെ ആളുകള് ഫീ സമൂമിൻ വഹമീം. ഉഷ്ണക്കാറ്റാണ്, വിഷക്കാറ്റുകളാണ്, രോമകുംഭങ്ങൾക്കിടയിൽ വരെ തുളച്ചു കയറുന്ന ചൂടുള്ള കാറ്റാണ്. വഹമീം, ചുട്ടുതളക്കുന്ന വെള്ളമാണ് നരകത്തിലുള്ളത്. വളില്ലിൻ മിൻ യഹ്മൂം, അങ്ങ് ഇരുണ്ട പുകകളാണ് തണലായി നരകത്തിലുള്ളതെങ്കിൽ ലാ ബാരിദിൻ വലാ കരീം, ആ തണല്, കരിമ്പുകയുടെ തണല് തണുപ്പല്ല. അതുകൊണ്ട് ആയത്തിന്റെ തഫ്സീറിലൂടെ കാണാ, ഹാറാണ്, ചൂടാണ് ആ നരലെന്നുള്ളതാണ്. വലാ കരീം, ഒട്ടും സുഖമല്ലാത്ത, മാന്യമല്ലാത്ത കരിമ്പുകയുടെ തണലാണ്. ഇന്നഹും കാനൂ ഖബല ദാലിക മുത്രഫീൻ, അവരുടെ ദുനിയാവില് സുഖലോലുപന്മാരായി നടന്നവരാണ്. വല്ലാത്തായത്താണ്, രോമങ്ങളിൽ വരെ തുളച്ചു കയറുന്ന. അള്ളാന്റെ മുച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറേബ്യന്റെ മണലാരുണ്യത്തിലെ താങ്ങാൻ കഴിയാത്ത ചൂടിനോട് അള്ളാന്റെ ഹബീബ് സഹാബത്തിനോട് പറഞ്ഞു കൊടുത്തു, സഹാബ, ഈ ചൂടെന്താ നിങ്ങൾക്കറിയോ? നരകത്തിന് കത്തിക്കുമ്പോ അതിന്റെ ചൂടതിൽ തള്ളാതെ വരുമ്പോ അത് പൊട്ടുമാറ് അതിന്റെ അടച്ചു മൂടപ്പെട്ട നരകത്തിന്റെ ചൂടുകൾ തള്ളുമ്പോ നരകം അല്ലാഹുവിനോട് അനുവാദം ചോദിക്കുന്നു, റബ്ബേ, ഒരു നെടുവീർപ്പിന്റെ ശ്വാസം ഒന്നും പുറത്തേക്ക് തള്ളിക്കോട്ടെ, ഒരൊറ്റ ശ്വാസം ഒന്ന് പുറത്തേക്ക് തള്ളിക്കോട്ടെ. ആ തള്ളുന്ന ശ്വാസത്തിന്റെ അംശമാണ് ദുനിയാവിൽ അനുഭവിക്കുന്ന ചുട്ടുപൊള്ളുന്ന വെയിലെന്ന് അള്ളാന്റെ മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയമുള്ളവർ, ആ വെയിലത്ത് നിൽക്കാൻ കഴിയുന്നുണ്ടോ? താങ്ങനുണ്ടോ നമുക്ക്? പക്ഷെ നിങ്ങൾ ആലോചിച്ച് നോക്ക്, അങ്ങനത്തെ നരകമാണ് മനുഷ്യന് വേണ്ടി തയ്യാർ ചെയ്തത് എന്നുള്ളതാണ്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, നരകത്തിനെ കാക്കുന്ന മാലിക് എന്ന് പറയുന്ന മലക്ക്, സബാനിയത്തിന്റെ മലക്കിന്റെ കൂടെ ആ നരകത്തിനെ ആളി കത്തിക്കുന്നത് എനിക്ക് കാണിക്കപ്പെട്ടു, ഞാൻ കണ്ടു എന്ന് അള്ളാന്റെ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരിക്കലും താഴേക്ക് പോണില്ല, അതിങ്ങനെ കത്തിക്കുന്നത് ഞാൻ കണ്ടു എന്നാണ്. പ്രിയമുള്ളവരെ, 1000 കൊല്ലം അല്ല നരകത്തിന് ആളിക്കത്തിച്ചതാണ്. ചുവന്ന വർണ്ണമായി തീർന്നതാണെങ്കിൽ വീണ്ടും 1000 കൊല്ലം നരകത്തിന് ആളിക്കത്തിച്ചതാണ്. നല്ല വെളുത്ത വർണ്ണമായി തീർന്നതാണെങ്കിൽ വീണ്ടും 1000 കൊല്ലം നരകത്തിന് ആളിക്കത്തിച്ചപ്പോ നല്ല കറുത്തിരുണ്ട വർണ്ണമായി തീർന്നു എന്നാണ്. വഹിയ സൗദാ ഉമ്മുലിമ, നല്ല കറുത്തിരുണ്ട വർണ്ണമാണ് നരകത്തിന്, നല്ല കറുത്തിരുണ്ട വർണ്ണം. 1000 കൊല്ലം ആളിക്കത്തിച്ച ചൂടെത്രയാണ്? ആ നരകത്തിന്റെ ചൂടിലാണ് മാലിക് എന്ന് പറയുന്ന മലക്ക്, സബാരിയത്ത് എന്ന മലക്കിന്റെ കൂടെ ആ നരകത്തിന് ആളി കത്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, 1000-ൽ ഒരാളാണ് പിന്തലമറക്കാരിൽ നിന്ന് സ്വർഗത്തിലേക്കെന്ന് പറയുമ്പോ, അല്ലാഹുവേ, ആ ഒരാളിൽ പെട്ടുപോവോ? അതല്ല ഒരു നിമിഷം ആ നരകത്തിൽ കിടക്കേണ്ടി വരോ? ഇതാണ് അതിന്റെ ഭയാനകത എന്നുണ്ടെങ്കിൽ, അതുകൊണ്ടാണ് സുഹൃത്ത് വാക്യാലെ ഈ സമൂഹവും ഹമീമൊക്കെ പറയേണ്ട ആയത്തിറങ്ങിയപ്പോ
ഉസ്മാൻ ഇബ്നു മദ്ഊൻ റളിയല്ലാഹു അൻഹു കല്യാണം കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ പുതുമണവാട്ടിയുടെ അടുക്ക പോലും സമീപിക്കുന്നില്ല. മുത്തനബി വിളിപ്പിച്ചില്ല ഉസ്മാനെ. ആയിഷ ബീവി വന്ന് പറഞ്ഞു കൊടുത്ത നബിയെ, ഉസ്മാൻ തന്റെ അദ്ദേഹത്തിന്റെ ഭാര്യ ഹൗല പാറിപ്പറഞ്ഞ മുടിയായിട്ട് നിൽക്കുന്ന ഒരു പുതുമണവാട്ടിയുടെ പ്രത്യേകത ഇല്ല. എന്താ ഉസ്മാൻ ഇത്? റസൂലേ, സൂറത്ത് വാക്യ ഇറങ്ങിയതിനു ശേഷം എനിക്ക് ഉറങ്ങാൻ കഴിയണില്ല നബിയെ, എനിക്ക് ഉറങ്ങാൻ പറ്റണില്ല നബിയെ. അതുകൊണ്ട് രാത്രി മുഴുവൻ ഞാൻ നിസ്കരിക്കാണ്, പകല് മുഴുവൻ നോമ്പെടുക്കാൻ. മുത്തനബി പറഞ്ഞു, പാടില്ല, നിന്റെ ഭാര്യയെ സന്തോഷിപ്പിച്ചിട്ടല്ല അതെന്റെ മുന്നിൽ വരാൻ പാടില്ല. പക്ഷെ ആയത്ത് ഹൃദയത്തിൽ തട്ടിയപ്പോ അത്രയും വേദനിച്ചിട്ടുണ്ടെങ്കിൽ ആലോചിക്ക പ്രിയമുള്ളവരെ, അതിന്റെ ചൂട് നിസ്സാരമായ സംഭവങ്ങളല്ല. അല്ലാഹു തആല പറയാൻ അതുകൊണ്ടാ നമ്മളോടൊക്കെ പറഞ്ഞ വാക്ക്, യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ. ഈ ശരീരവും നിങ്ങളുടെ കുടുംബവും നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണേ. വഖൂദുഹന്നാസു വൽ ഹിജാറ. മനുഷ്യന്റെ കൂടെ കല്ലിനെ കത്തിക്കുന്ന നരകമാണ്. അവിടെ തന്നെ മനസ്സിലായില്ലേ? ദുനിയാവിലെ തീയല്ല എന്ന് മനസ്സിലായില്ലേ? കല്ല് കത്തണില്ലല്ലോ ദുനിയാവിലെ. പ്രിയമുള്ളവരെ, ഒരു 100 ഡിഗ്രി മതി അടുപ്പത്ത് വെച്ച വെള്ളം, ഭക്ഷണത്തിന്റെ പാത്രം വെട്ടിത്തിളക്കാൻ. 300 ഡിഗ്രിയിൽ സ്വർണം, ഇരുമ്പ്, ഉരുക്കയ്യം എല്ലാം ഉരുകി പോകുന്നുണ്ടെങ്കിൽ 3000 ഡിഗ്രി സെൽഷ്യസിലും 5000 ഡിഗ്രിയുടെ സെൽഷ്യസിലും ദുനിയാവിലെല്ലാം കരിഞ്ഞു പോകുമ്പോഴും കല്ല് ബാക്കിയാണ്. ആ കല്ല്, എന്റെ പ്രിയമുള്ളവരെ, കല്ല് കത്തണമെങ്കിൽ 1.5 ലക്ഷം ഡിഗ്രിയോളം സെൽഷ്യസ് ചൂട് വേണമെന്ന് പറയണ അല്ലാഹു ആലം. പക്ഷേ ആ കല്ല് കത്തണ നരകത്തിലെ നമ്മുടെ ശരീരത്തിനെ, നമ്മുടെ കുടുംബത്തിനെ കാത്തുകൊള്ളണേ എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, ചൂടും തണുപ്പുമായി കിടക്കുമ്പോ അള്ളാന്റെ ഖുർആൻ പറയാണ്, യൗമ യുസ്ഹബൂന ഫിന്നാരി അലാ വുജൂഹിഹിം ദൂഖൂ മസ്സ സഖർ. അവരുടെ മുഖം കുത്തി വീഴുന്ന നരകത്തില് അവരിങ്ങനെ മുഖം കുത്തി വീഴുമ്പോ, അതിലവർ നീന്തപ്പെടുമ്പോ അവരോട് പറയുന്നുണ്ട്, ആ സക്കറിന്റെ ചൂടിനെ, അതിന്റെ ബാധയെ നിങ്ങളൊന്ന് അനുഭവിക്ക. എന്താ സക്കർ എന്ന് പറയുന്നത്? ലാ തുബ്ഖി വലാ തദർ. ഒരൽപ്പം പോലും ബാക്കി വെക്കാതെ പരിപൂർണമായി കരിച്ചു കളയുന്ന ചൂടിനെയാണ് ആ സക്കർ എന്ന് പറയുന്ന നരകത്തിന് പറയുന്നത് എന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ അനുഭവിക്കുക എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, അനുഭവിച്ചിട്ട് അവസാനിക്കണില്ല. ചൂടുകൾക്ക് അവസാനങ്ങളില്ല, ശമനങ്ങളില്ല. സുമ്മലായ മൂത്തുഫീഹാ വലാ യഹ്യാ. അതിൽ ജീവിതമില്ല, മരണമില്ല, അനുഭവിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ്. കാരണം എന്തെന്നറിയോ? അനുഭവിച്ച ത്യാഗങ്ങളെ, ആ വേദനകളെ താങ്ങാൻ കഴിയാതെ വരുമ്പോ അള്ളാഹുവിനോട് കരഞ്ഞു പറയുന്ന ഒരു വാക്കുണ്ട്. അള്ളാഹിനോടെന്ന് മാത്രമല്ല, നരകത്തിന്റെ ശിക്ഷകൾ നടപ്പിലാക്കുന്ന ഉത്തരവാദിത്തപ്പെട്ട മാലിക്കനോട് വിളിച്ചിട്ട് പറയാണ്, വനാദൂയാ മാലിക്, ഏ മാലിക്കേ, ഏ മാലിക്കേ, ഏ മാലിക്കേ എന്ന് നരകത്തിന് വിളിച്ചു പറയണത്, ഞങ്ങളുടെ റൂഹിനെ ഒന്ന് പിടിക്കോ, ഒന്ന് മരിപ്പിക്കോ, ഞങ്ങള് താങ്ങാൻ കഴിയണില്ലല്ലോ. ഈ തൊലിയില്ലേ 42 മുഴമായി തൊഴികൾ ഇങ്ങനെ പടുത്തുരുകി പാകമാകുമ്പോ ആ തൊലികളെ മാറ്റി പഴിപ്പിച്ച്, പ്രിയമുള്ളവരെ, പൂർണ്ണമായി പൊടിച്ച് കരിക്കാൻ മാത്രം പവറുള്ള സക്കറിന്റെ ചൂടുകൾ വന്നിറങ്ങുമ്പോഴും മരിക്കാതെ, കാരണം സ്വർഗത്തിന്റെയും നരകത്തിന്റെയും മധ്യത്തിൽ മരണത്തിനെ കൊണ്ടുവന്ന് അള്ളാഹു അതിനെ അറുത്ത് കളയുമെന്ന് അള്ളാഹിന്റെ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അഥവാ ഇനി മരണമില്ലാത്ത ലോകമാണ്, ശാശ്വതമായി അനുഭവിക്കുന്ന ലോകമാണ്. അതുകൊണ്ട് മാലിക്കേ, അള്ളാഹിനോടൊന്ന് പറയോ, ഈ നരകത്തിന്റെ തീ ഇങ്ങനെ അനുഭവിപ്പിക്കുമ്പോ ഞങ്ങളെ ഒന്ന് മരിപ്പിക്കാൻ, ഞങ്ങളെ ഒന്ന് ഇല്ലാതാക്കി കളയാൻ ഒന്ന് പറയോ എന്ന് ചോദിക്കുമ്പോ, ഇതിന് അവസാനമില്ല, നിങ്ങൾക്കിത് അനുഭവിക്കാനാണ് വിധി എന്ന് പറയുന്ന വല്ലാത്ത മാരകമായ സാഹചര്യങ്ങളാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ചൂടിനെ പറഞ്ഞതാണ്. ജ്വാലയിൽ നിന്ന് രക്ഷപ്പെടാത്ത അതിന്റെ ഒരു തീപ്പൊരിക്ക് പോലും ഒരു കൊട്ടാരത്തിന്റെ കണക്ക് തീപ്പൊരി പാറുന്ന കന്നഹു ജിമാലത്തും സുഫർ, മഞ്ഞ ഒട്ടകക്കൂട്ടം പോലെ
അതിൻ്റെ ഒരു തീക്കനൽ നിങ്ങൾ കാണപ്പെടുന്ന ആ സാഹചര്യങ്ങളാൽ ഇതൊന്നും സഹിക്കാൻ കഴിയുന്നതല്ല. അതിൻ്റെ ആഴം, അതിൻ്റെ വ്യാപ്തി, ഓരോ ദറജകളിലെ ശിക്ഷകള്, ഏതൊക്കെ അവസ്ഥകളിലൂടെ ശിക്ഷിക്കപ്പെടുമെന്നുള്ളത് ഇൻഷാ അല്ലാഹ് അള്ളാഹു തൗഫീഖ് നൽകിയ അടുത്ത ഖുത്ബയിൽ നമ്മളത് പറയും. നമ്മൾ ആലോചിക്കേണ്ടതെന്നറിയോ? ഭക്ഷണമില്ല, വെള്ളമില്ല, ചൂടും തണുപ്പെന്ന് പറഞ്ഞില്ല നരകത്തിന്. ചൂടിന്റെ ഭാഗത്ത് സഹിക്കാൻ കഴിയാതെ വരുമ്പോൾ ഇവനൊന്ന് ആഗ്രഹിക്കുന്ന തണുപ്പിലെത്തിയെങ്കിൽ തണുപ്പിലേക്ക് മാറ്റും, ഒന്ന് ചൂടിലേക്ക് എത്തിയെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ വലിച്ചഴക്കപ്പെടുന്ന ഒരു സാഹചര്യങ്ങളെ പ്രിയമുള്ളവരെ, ഒരു മണിക്കൂറാണോ, ഒരു ദിവസമാണോ, ഒരു മാസമാണോ, ഒരു കൊല്ലാണോ? അവസാനമില്ല. ഇത്തിരി പോകുന്ന ദുനിയാവിന്റെ ജീവിതത്തിലെ അള്ളാനെ മറന്നവരെ ഒരിക്കലും അവസാനിക്കാത്ത ലോകത്തിലാണ് അള്ളാഹു തആല അനുഭവിപ്പിക്കുന്നത്. അബോധ്യത്തോടുകൂടെ പെരുമാറാൻ നമ്മൾ മാത്രമല്ല, നമ്മളുടെ കുടുംബത്തെയും അതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കാം. അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ والعاقبة للمتقين ولا عدوان إلا على الظالمين. أصلي وأسلم على رسوله النبي الكريم وعلى آله وصحبه أجمعين. أما بعد اتقوا الله يا عباد الله. അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. പ്രിയമുള്ളവരെ, നരകമെന്നുള്ളത് ഭയാനകരമാണ്. ഒന്ന് രണ്ട് കാര്യം മാത്രമേ ഓർമ്മപ്പെടുത്താനുള്ളൂ. ഞാനോ എൻ്റെ കുടുംബമോ എൻ്റെ മക്കളോ എൻ്റെ ഭാര്യയോ ആ നരകത്തിലേക്ക് വീഴാൻ കാരണമാവരുതേ എന്ന നിയ്യത്തോടുകൂടെ ഇൻഷാ അല്ലാഹ് നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ പ്രവർത്തനങ്ങളെയും കുടുംബസമേതം കൊണ്ടുവരാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കണ്ണ് താങ്ങാൻ പറ്റൂല, നമ്മൾ ചിരി, പക്ഷേ കുടുംബത്തോടെ സ്വർഗത്തിലേക്ക് പോകാൻ. അതുപോലെ തന്നെ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം മുത്തുനബി പറഞ്ഞത്, മഹാപാപങ്ങൾ നിങ്ങൾ ഒഴിവാക്കണം, വലിയ തെറ്റുകൾ ഒഴിവാക്കണം എന്ന് പറഞ്ഞു. പക്ഷെ നമ്മളൊക്കെ ജീവിതത്തിൽ മനസ്സിലാക്കിയത് വലിയ തെറ്റെന്ന് പറഞ്ഞാൽ 7 മഹാപാപങ്ങളാണെന്ന്. ഏതൊരു തെറ്റിന് മുത്തുനബി നരകണ്ടെന്ന് പറഞ്ഞു, അത് മുഴുവനും മഹാപാപങ്ങളാണ്. ഉദാഹരണത്തിന് ഹദീസിൽ കാണാം, മിനൽ കബാഇരി ശത്മുർ റജുലി വാലിദി, മഹാപാപങ്ങളിൽപ്പെട്ടതാണ് ഒരാൾ മാതാപിതാക്കളെ ചീത്ത പറയൽ. വഹൽ യസ്തിമുർ റജുലി വാലിദി, അങ്ങനെ ഒരാൾ മാതാപിതാക്കളെ ചീത്ത വിളിക്കോ നബിയെ? യസുബു അബാഹു വയസുബു അബാഹ്, അവന് മറ്റൊരാളുടെ വാപ്പാനെ ചീത്ത വിളിക്കുമ്പോൾ അയാൾ ഇയാളെ വാപ്പാനെ ചീത്ത പറയും. ഇയാൾ മറ്റൊരാളുടെ ഉമ്മാക്ക് ചീത്ത പറയുമ്പോൾ അയാൾ ഇയാളുടെ ഉമ്മാനെ ചീത്ത പറയും. അതുകൊണ്ട് അത്രമേൽ അതുപോലെ നിങ്ങളെ നരകത്തിലേക്ക് എത്തിക്കുമെന്നുള്ളതാണ്. അതുകൊണ്ട് അത്രയും നമ്മൾ സൂക്ഷ്മത പാലിക്കാം. ഒരു ദിവസത്തിൽ ചുരുങ്ങിയത് 3 പ്രാവശ്യം അള്ളാഹിനോട് നരകത്തിൽ നിന്ന് കാവൽ ചോദിക്കണം. മിനിമം 3 പ്രാവശ്യം അള്ളാഹിനോട് കാവൽ ചോദിക്കണം. നിങ്ങൾ പറ, ഈ പള്ളിയിൽ വന്നിരിക്കണം, നിങ്ങൾ പറ, വയസ്സിൽ ഇത്രയും ദിവസങ്ങളായില്ലേ, ഇത്രമേൽ കടുപ്പുള്ളതാണ് നരകം എന്നല്ലേ, എനിക്കൊന്നും പറയാൻ പറ്റിയിട്ടില്ല, വളരെ ഒരു ഓരത്ത് പോലും കടക്കാൻ പറ്റിയിട്ടില്ല. എന്നിട്ട് എവിടെയൊക്കെയോ നമ്മുടെ മനസ്സിനെ സ്ട്രൈക്ക് ചെയ്യുന്നില്ലേ? ചെറിയ ഓരോ തെറ്റിന്റെ പേരിൽ ആ നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഇന്ന് വരെ ഒരു ദിവസത്തിൽ 3 പ്രാവശ്യം പോയിട്ട് മുടങ്ങാതെ ആത്മാർത്ഥമായിട്ട് ഒരു പ്രാവശ്യം അള്ളാഹിനോട് പറയുന്നുണ്ട്. ദിവസം 3 പ്രാവശ്യം പറഞ്ഞുള്ള ഗുണം എന്താണെന്നറിയോ? ആ നരകം ഈ മനുഷ്യൻ എന്നിലിടല്ലേന്ന് അള്ളാഹിനോട് പറയുന്നാൻ, എന്നിൽ കൊണ്ടുവന്നിടല്ലേ എന്ന് അള്ളാഹിനോട് പറയുന്നാൻ. സ്വർഗത്തിൽ എത്തിച്ചേരാൻ 7 പ്രാവശ്യം പറയാം, പറ്റില്ലെങ്കിൽ ഒരു 3 പ്രാവശ്യമെങ്കിലും പറയണമെന്ന് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വർഗം നമുക്ക് വേണ്ടി അനുകൂലമായി പ്രാർത്ഥിക്കുന്നുള്ളതാണ്. എത്രത്തോളം പണ്ഡിത ലോകം പറഞ്ഞെന്നറിയോ? നിസ്കാരത്തിന്റെ അത്തഹിയ്യാത്തിലെ അവസാനം അള്ളാഹിനോട് കാവൽ ചോദിക്കുന്നതിൽ നരകത്തിൽ നിന്ന് കാവൽ ചോദിക്കുന്നില്ലേ? പല പണ്ഡിത വീക്ഷണ പ്രകാരവും അത് സുന്നത്തല്ല, ഫർളാണ്. അഥവാ അത് വിട്ടുപോയാൽ പകരം സഹവിന്റെ സുജൂദ് ചെയ്യണമെന്ന് വരെ പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. അത്രമേൽ ചർച്ച നടന്നിട്ടുണ്ടെന്ന് പറയണേ. അതുകൊണ്ട് അത്രമേൽ
ഓരോ 5 വക്തിലും പ്രാർത്ഥിക്കുന്നുണ്ട്. നമ്മൾ മനസ്സറിഞ്ഞിട്ട് അള്ളാഹിനോട് പ്രാർത്ഥിക്കാം. വലോ ബിശ്ശക്കി തമ്ര, ഒരു കാരക്കയുടെ കീറുകൊണ്ടാണെങ്കിലും ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഏതൊരു തെറ്റിന് അല്ലാഹു തആല നരകണ്ടെന്ന് പറഞ്ഞു. ഇതൊന്നും എനിക്ക് താങ്ങാൻ കഴിയില്ല. ഒറ്റ കാര്യം ആലോചിച്ചാൽ മതി. വീട്ടിലെത്തി ഒരു അരമണിക്കൂർ പൊള്ളലിൽ സഹിക്കേണ്ടി വന്നാൽ, അതിന് ചികിത്സ കിട്ടാതെ വന്നാൽ എത്ര നാളുകളാണ് അതിൻ്റെ നീറ്റലുകളും വേദനകളും. ഓടിക്കുന്ന മോട്ടോർ വാഹനത്തിന്റെ സൈലൻസർ ഒന്ന് കാലിന്റെ മേലെ തട്ടുമ്പോൾ എത്ര വേദന അനുഭവിക്കുന്നുണ്ട്, എത്ര പ്രയാസപ്പെടുന്നുണ്ട്. ഈ ശരീരം മുഴുവൻ കത്തിക്കപ്പെടുമ്പോ ഇന്ന അഹ്വനു അഹ്ലിന്നാരി അദാബ, നരകത്തിന്റെ ആളുകളുടെ കാലിന്റെ താഴെ ഒരു തീക്കനൽ വെക്കുമ്പോ അവന്റെ തലച്ചോറ് ഇങ്ങനെ തലച്ചോറ് തിളച്ചുമറിയപ്പെടുകയാണ്. അത്രമേൽ ഗൗരവമാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, അള്ളാഹിനോട് കാവൽ ചോദിക്കാം. ഒരു പ്രവൃത്തി കൊണ്ട് അതിലേക്ക് വരില്ല എന്ന തീരുമാനമെടുത്ത് മുന്നോട്ട് പോകാൻ നമ്മൾ ശ്രദ്ധിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. അവന്റെ ജന്നാത്തുൽ ഫിർദൗസിലെ അള്ളാഹു കുടുംബസമേതം നമ്മളെ എവരെയും അള്ളാഹു ഒരുമിച്ച് ചേർക്കുമാറാവട്ടെ. അള്ളാഹുവെ, നരകത്തിലേക്ക് പ്രവേശിക്കാൻ കാരണമാകുന്ന തിന്മകളിൽ നിന്ന് കാത്തുരക്ഷിക്കണേ അല്ലാഹ്. സംഭവിച്ചു പോയ അബദ്ധങ്ങളോട് തെറ്റുകളെ പുറത്തു മാപ്പാക്കി തരണേ അല്ലാഹ്. അള്ളാഹുവെ, രോഗത്തിന്റെ പ്രയാസത്തിൽ കഴിയുന്ന ആളുകളുണ്ട്, ഈ പള്ളിക്കകത്തിരിക്കുന്നവരുണ്ട്, കിഡ്നി സംബന്ധമായി. അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ ഇരിക്കുന്ന സഹോദരന്റെ ഭാര്യ ക്യാൻസർ ഡയഗ്നോസ് ചെയ്ത് കീമോയിലേക്ക് കടന്നവർ, കിഡ്നി മാറ്റിവെച്ച ട്രീറ്റ്മെന്റിൽ, ഭാര്യയും ഭർത്താവും ട്രീറ്റ്മെന്റിൽ ഇരിക്കുന്ന ആളുകൾ ഒക്കെ നമ്മളുടെ ഈ പള്ളിയും ക്ലാസ്സുമായി ബന്ധപ്പെട്ടവരാണ്. അള്ളാഹുവേ, അവർക്കൊക്കെ ശിഫ ആജിൽ നൽകി നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. ഇന്ന് ഈ ജുമ കഴിഞ്ഞാൽ ഇവിടുത്തെ സിയാറിക്ക് വേണ്ടി സാമ്പത്തികമായി ഒരു കളക്ഷൻ എടുക്കും. സിയാറി എന്ന് പറഞ്ഞാൽ മദർസ പഠനം നിർത്തിയ മക്കൾക്ക് ദീന് പഠിപ്പിക്കാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടാണ്. ഞാൻ ഈ മെമ്പറിൽ ഇപ്പം തന്നെ പറഞ്ഞ എന്തിനെന്നറിയോ, അതിന് നമ്മൾ എങ്ങനെ ഫണ്ട് സമാഹരിക്കുന്നത് കണ്ടപ്പോൾ അതും മറ്റു അനുബന്ധ കാര്യങ്ങളും മദർസൊക്കെ കൂടെ ഒരു 100 ആൾക്കാർക്ക് ഷെയറായി ഓഹരി വെച്ച് ചെറിയ പൈസ 100 ആൾ പങ്കിട്ട് അതൊരു പ്രൊജക്റ്റായി തീർക്കാവുന്ന രൂപത്തിൽ നമ്മൾ കണ്ടു. വെറും 1000-ന് താഴെ വരുന്നൊരു എമൗണ്ട് നമ്മളത് കണ്ടു. പക്ഷെ അത് കണക്ക് കൂട്ടിയപ്പോൾ ഒരു മനുഷ്യനെ ഓർക്കാതെ കടന്നു പോകാൻ കഴിയില്ല. ഈ പള്ളിയിൽ ജുമാക്ക് ഉണ്ടായിരുന്ന നമ്മളുടെ സഹോദരൻ, ഇതിൽ ആദ്യം ഇതിലേക്കുള്ള ചെയറുകളൊക്കെ തന്ന അൽമാസൻ നമ്മൾ വിളിക്കണം മുഹമ്മദ്, അദ്ദേഹം ഖബറിലാണ്. ഇന്നും അദ്ദേഹം തന്ന ചെയറിലാണ് നമ്മളിരുന്ന് പഠിക്കണേ. മറ്റു അനുബന്ധ പല സൗകര്യങ്ങളും. അല്ലാഹുവേ, അർഹമായ പ്രതിഫലം അദ്ദേഹത്തിന്റെ ഖബറിൽ നീ നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. നാളെ പരലോകത്തൊരു നന്മയുടെ ത്രാസിലേക്കുള്ള മുതൽക്കൂട്ടായി നൽകണേ അല്ലാഹ്. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم انصر إخواننا المسلمين في فلسطين. اللهم انصر إخواننا المسلمين المضاعفين المجاهدين في فلسطين وفي رفح وفي عزة. اللهم كن لهم نصيرا ولا تكن عليهم. اللهم ارحم موتاهم واشف مرضاهم وتقبل شهداءهم. اللهم افتح المسجد الأقصى. اللهم لا تسلط علينا من لا يرحمنا. اللهم لا تسلط علينا من لا يرحمنا. اللهم لا تسلط علينا من لا يرحمنا. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غفور.